ചിങ്ങവനം യാർഡിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ഇരു ദിശകളിലേക്കുമുള്ള ട്രെയിൻ സർവീസുകൾ വൈകിയത് പുനഃസ്ഥാപിച്ചു. തിരുവനന്തപുരം വഞ്ചിനാട് എക്സ്പ്രസ് 40 മിനിറ്റും മുംബൈ CST തിരുവനന്തപുരം എക്സ്പ്രസ് 4 മണിക്കൂറും ചെന്നൈ തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് 3.5 മണിക്കൂറുമാണ് വൈകിയത്. രാഹുൽ ജി നാഥ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, ഗുഡ് മോർണിംഗ്. ഈ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടത് എല്ലാം പുനഃസ്ഥാപിക്കപ്പെട്ടോ? ഈ പൊതുജനങ്ങളെല്ലാം, യാത്രക്കാരെല്ലാം ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടാവണം അല്ലേ? തീർച്ചയായും കോട്ടയം ചിങ്ങവനം ഈ യാർഡിലെ അറ്റകുറ്റപ്പണികൾ മൂലമാണ് ട്രെയിൻ വൈകാൻ കാരണമായത്. എന്നാൽ 8:30 ഈ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അറ്റകുറ്റപ്പണി നടക്കുമ്പോൾ നമുക്ക് പിടിച്ചിടേണ്ടി വന്ന ആ സമയത്ത് പിടിച്ചിടേണ്ടി വന്ന ട്രെയിനുകൾ വൈകി ഓടുന്ന ഒരു സാഹചര്യമാണ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. മോദി സൂചിപ്പിച്ചതുപോലെ ദീർഘദൂര യാത്രയ്ക്ക് ആശ്രയിക്കുന്ന ട്രെയിനുകൾ 3-4 മണിക്കൂർ വൈകി ഓടുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. അപ്പോൾ ഈ പറയുന്ന പോലെ ജോലിക്ക് എത്തേണ്ടവർ അല്ലെങ്കിൽ ഈ യാത്ര ചെയ്ത സമയത്ത് എത്തേണ്ടവർക്കെല്ലാം ഇത് ചെറുതല്ലാത്ത ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. തിരുവനന്തപുരം വഞ്ചിനാട് നേരത്തെ സൂചിപ്പിച്ച പോലെ 40 മിനിറ്റോളം വൈകിയാണ് ഓടുന്നത്. മുംബൈ CST തിരുവനന്തപുരം എക്സ്പ്രസ് 4 മണിക്കൂർ വൈകി ഓടുന്നു. ചെന്നൈ തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 3.5 മണിക്കൂറോളം വൈകി ഓടുന്നു. അങ്ങനെ ഈ പറയുന്നത് പോലെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചെങ്കിലും ഈ പറഞ്ഞതുപോലെ 3-4 മണിക്കൂർ ട്രെയിൻ വൈകുന്നത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ തിങ്കളാഴ്ച ദിവസമോ ഈ ജോലിക്ക് എത്തുന്ന കുറേ ആളുകൾ ജോലിക്ക് എത്തുന്ന തിങ്കളാഴ്ച ദിവസമല്ല, ഇന്ന് ചൊവ്വാഴ്ച ആയതുകൊണ്ട് ആളുകളുടെ എണ്ണത്തിൽ, ഈ ട്രെയിനെ ആശ്രയിക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ ഒരു കുറവുണ്ടാകും എന്നുള്ളത് ഒരു ആശ്വാസകരമാണ് എന്നുള്ളതൊഴിച്ചാൽ ഈ 3-4 മണിക്കൂർ ട്രെയിൻ വൈകുന്നത് ചെറുതല്ലാത്ത ബുദ്ധിമുട്ട് തന്നെയാണ് യാത്രക്കാർക്ക് ഉണ്ടാക്കുന്നത്.